CMRL ഹർജിയിൽ ഏപ്രിൽ 9 അന്തിമവാദം. SFIO അന്വേഷണ റിപ്പോർട്ടിലെ തുടർ നടപടികൾ തടയണമെന്നതിലും വാദം കേൾക്കും. ദില്ലി ഹൈക്കോടതിയുടേതാണ് തീരുമാനം. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തോടും SFIOയ്ക്കും ഡൽഹി ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിനിൽ, CMRL ഹർജിയിലെ ഏപ്രിൽ 9 അന്തിമവാദം കേൾക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ബുധനാഴ്ച അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് SFIO അടക്കമുള്ളവർ മറുപടി നൽകണം എന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. SFIO അന്വേഷണ റിപ്പോർട്ടിലെ തുടർ നടപടികൾ തടയണം എന്നാണ് CMRL ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആവശ്യത്തിലും അന്ന് വാദം കേൾക്കും. കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ ഹർജി എങ്ങനെ നിലനിൽക്കും എന്ന് കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ചോദിച്ചിരുന്നു. പക്ഷേ ബുധനാഴ്ച ഇതിൽ വിശദമായ വാദം കേൾക്കാം എന്ന് വ്യക്തമാക്കുകയും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തോടും SFIOയ്ക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് CMRL ഇത്തരത്തിലൊരു നീക്കവുമായി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. SFIO അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് അറിയിക്കണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അന്തിമ റിപ്പോർട്ട് നൽകി എന്ന് മാധ്യമ വാർത്തകൾ വന്നിരുന്നു. ഇത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. അതോടൊപ്പം തന്നെ കമ്പനികാര്യ മന്ത്രാലയം പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയോ എന്നതിലും വ്യക്തത വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നതായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ CMRLന്റെ ആവശ്യം. SFIOയുടെ തുടർ നടപടികൾ തടയണം എന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. നമുക്കറിയാം, SFIO അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിലേക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഇനി വിചാരണ കോടതിയുടെ പരിഗണനയിലാണ് ഈ റിപ്പോർട്ട് ഉള്ളത്. വിചാരണ കോടതി ഈ പ്രതികൾക്ക് സമൻസ് അയക്കുന്ന, നോട്ടീസ് അയക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാനിരിക്കെയാണ് ഇപ്പോൾ CMRL ഇത്തരം ഒരു നീക്കം ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയത്. ഇതിനിടെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ CMRLന്റെ തന്നെ ഒരു ഹർജി പെൻഡിങ്ങിലുണ്ട്. അതായത് SFIO അന്വേഷണം നിയമവിരുദ്ധമാണ്, ഈ അന്വേഷണം തടയണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ തന്നെ നിലവിലുണ്ട്. ഇതിനിടെയാണ് SFIO ഇത്തരത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതിക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തത വരുത്തണം എന്നൊരാവശ്യമാണ് CMRL ഉന്നയിച്ചിരുന്നത്. ഏതായാലും ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം കോടതി ഉന്നയിച്ചെങ്കിലും ബുധനാഴ്ച ഇതിൽ വിശദമായ വാദം കേൾക്കാം എന്ന് വ്യക്തമാക്കുകയും SFIOയ്ക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, വ്യക്തമാണ്. CMRL ഹർജിയിൽ ഏപ്രിൽ 9 അന്തിമവാദം കേൾക്കും. SFIO അന്വേഷണ റിപ്പോർട്ടിലെ തുടർ നടപടികൾ തടയണമെന്നതിലും വാദം കേൾക്കുകയാണ്. ദില്ലി ഹൈക്കോടതിയുടെ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തോടും SFIOയോടും വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ SFIOയുടെ മിനിസ്റ്റീരിയൽ പദവിയുള്ള കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഈ വീണ തൈക്കണ്ടിയിൽ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കുന്നതിന് അനുമതി നൽകി എന്നുള്ളതാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഔദ്യോഗികമായി വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഇപ്പോൾ അന്തിമവാദം കേൾക്കാം എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന സിയാദ്.